പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിന്, ഈ പ്രഭാതം കാണാൻ, കൺകൊളിർക്കെ കാണാൻ ഈശോവസരം നൽകിയതിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഇടപെടട്ടെ. വലിയ സൗഖ്യവും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദിവ്യകാരുണ്യനാഥൻ പ്രദാനം ചെയ്യട്ടെ. സങ്കീർത്തനം പറയുന്നുണ്ട്, സങ്കീർത്തനം 50:23, നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. ഏത് മാർഗത്തിൽ ചരിക്കുന്നവന്? നേരായ മാർഗത്തിൽ. അപ്പം ഇന്നേ ദിനം അച്ഛൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, നേരായ മാർഗത്തിൽ ചരിക്കണം. ലോകത്തിൻ്റെ മാർഗത്തിലല്ല, നേരായ മാർഗത്തിൽ. ഏതാ നേരായ മാർഗം എന്ന് പറയുന്നത്? ഈശോയുടെ വഴിയാ നേരായ മാർഗം, കൽപ്പനകളുടെ വഴിയാ നേരായ മാർഗം, വിശുദ്ധിയുടെ മാർഗമാണ് നേരായ മാർഗം. വചനം പറയുമല്ലേ, വിശുദ്ധിയെ അജയ്യമായ പരിചയമാക്കുമെന്ന്. അപ്പം നേരായ മാർഗത്തിൽ ചരിക്കാൻ നിൻ്റെ നോക്കിലും നിൻ്റെ വാക്കിലും നിൻ്റെ കേൾവിയിലും നിൻ്റെ എല്ലാ പ്രവൃത്തികളിലും നേരായ മാർഗം. ഇന്ന് സാത്താൻ ഒരുപാട് കെണികൾ വിതച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴിച്ചിട്ടുണ്ട്. ഒരുപാട് കുഴികളുണ്ട്. 1 പത്രോസ് 5:8 പറയില്ലേ, നിങ്ങളുടെ ശത്രുവായ സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി ചുറ്റി നടക്കുന്നു. അവനിങ്ങനെ അലറുന്ന സിംഹത്തെ പോലെയാ, ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുകയാണ്. ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഇന്ന് ഒരു ദിവസമൊക്കെ വിശുദ്ധിയോട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. അച്ഛനത് വളരെ ക്ലിയർ ആയിട്ടാണ് പറയണത്. ഓരോ നിമിഷവും സാത്താൻ ഇങ്ങനെ, ഈശോയ്ക്ക് മത്തായി 4 മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ നൽകിയതുപോലെ മനുഷ്യരായി നമുക്കിങ്ങനെ അസംഖ്യം പ്രലോഭനങ്ങൾ തരാണ്. മൊബൈലിലൂടെ, വ്യക്തികളിലൂടെ, വർത്തമാനങ്ങളിലൂടെ, അതിലൂടെയൊക്കെ ഇങ്ങനെ സാത്താൻ ഇങ്ങനെ പ്രലോഭനങ്ങൾ ഒഴുക്കുകയാണ്. മദ്യപാനത്തിലേക്കുള്ള ക്ഷണം, വ്യഭിചാരത്തിലേക്കുള്ള ക്ഷണം, ദുർഭാഷണത്തിലേക്കുള്ള ക്ഷണം, കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള ക്ഷണം, ലഹരിയുടെ മറ്റു ക്ഷണങ്ങൾ, ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്, തിന്മകളുണ്ട്. ലോകത്തോടുള്ള മൈത്രിയിലേക്ക് നമ്മളെ സാത്താൻ ഒരുപാട് ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് അച്ഛൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, ഈ ലോകത്തോടുള്ള മമതയൊക്കെ വിടണം, മൈത്രിയൊക്കെ വിട്ട് കർത്താവിൻ്റെ പാതയിലൂടെ, നേരായ പാതയിലൂടെ, വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കാനുള്ള കൃപ കർത്താവ് നിനക്ക് തരട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിനം മുഴുവനും മാറട്ടെ. സന്തോഷമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ നേരായ മാർഗത്തിൽ ചരിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.